ജാസ്മിന്റെ പേര് പറഞ്ഞപ്പോ സത്യം. കാരണം ഞാൻ ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോ എന്താ പഴയ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വീട്ടിലൊരാളെ നിങ്ങളുടെ ഈ കുടുംബത്തിലെ നാട്ടുകാരുടെ ഒരാളായിട്ട് പോയത്. സിഗരറ്റ് കയ്യിലേക്കുള്ളൂ. ബസ്സിലൊക്കെ പോയിടേ. എടി അവര് വീട്ടിൽ കയറി ഒരു വീട്ടിൽ കയറിയിടല്ലോ. വീട്ടിൽ കയറാൻ വേണ്ടി ഇവിടെ വീട്ടിൽ കയറി റൈറ്റ് പോടാ. അകത്ത് റൂമിൽ കേട്ടിട്ട് 10 മണിക്ക് എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. ഞാനും എന്റെ വീട്ടിൽ കയറണ്ടാ. വയറ് ബാക്കിൽ വയറിട്ടോ, ശ്രദ്ധിക്കണേ എല്ലാവരും. ബാക്ക് ശ്രദ്ധിക്കണേ. അങ്ങനെ പോയതാ. 10,000 പേര് അറിയാമല്ലോ. ഞാൻ നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഈ റോഡ് ആ റോഡ് നിറച്ച ആൾക്കാരായിരുന്നു. എനിക്കറിയാൻ ബാക്കിലുണ്ട്. സത്യം. കാരണം ഞാൻ ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോ എന്താ പഴയ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വീട്ടിലൊരാളെ നിങ്ങളുടെ ഈ കുടുംബത്തിലെ നാട്ടുകാരുടെ ഒരാളായിട്ട് പോയത്. ആ ഒരാൾ തന്നെ നിൽക്കുന്നത്. അത് മാറ്റമൊന്നുമില്ല കേട്ടോ. സത്യം മനസ്സിലെത്തി പറയണം. ഞാൻ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ബിഗ് ബോസിനകത്ത് 50% ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് 50% ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കപ്പ് നമ്മളായിരിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ കൈപ്പിടിച്ച് ബിഗ് ബോസ് എന്താന്ന് വെച്ചാൽ
അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കേറി തന്നെ നോക്കണം. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ആരും ഒരാളോട് വീടുണ്ട്, ആരും സെലക്ട് ചെയ്യുന്ന ആളുകൾ ഒരെണ്ണത്തിന് കൂടി ഞാൻ വീടുണ്ട്. എത്ര ഞാൻ എത്ര നേരം ഫുഡ് കഴിച്ചിരുന്ന അറിയാം. അമ്മ നമ്മുടെ 12 നേരം ഫുഡ് കഴിച്ചിരുന്ന ഇവിടെ 12 നേരം. സത്യം 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോട്ട് 12 നേരം ഫുഡ് ഉണ്ടാക്കി തന്നിരുന്ന അമ്മയെ നിൽക്കണം. അപ്പച്ചനോട്ടാ അപ്പച്ചൻ നല്ല ഫുഡ് കഴിക്കും. അപ്പൊ ആ ഉണ്ടാക്കിയിരുന്ന ആൾ അവിടെ ചെന്നപ്പോൾ 3 നേരം ഭക്ഷണങ്ങളുള്ളൂ. നമുക്കൊരു കായ വറുത്ത ഒരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 25 രൂപ 1, 2, 3 ആ അവസ്ഥയിൽ വളരണം. അപ്പൊ ഭയങ്കര ടഫാണ് സത്യം. അടി കൊള്ളല്ല ഞാൻ മണ്ടനാളാ. അടി കൊള്ളണം. അടി കൊടുത്ത മഹാമാരൊക്കെ കഴിഞ്ഞോണ 2 സീസണിൽ കണ്ടില്ലേ. നമ്മുടെ റോഡിൽ തന്നെ അവൻ നമ്മള് വിജയിക്കേണ്ട ആളല്ലായിരുന്നു, ജസ്റ്റ് ആളെ അടിച്ചുകൂടല്ല പുറത്തേ. അപ്പൊ എന്നോട് ഏഷ്യക്കാർ പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ, ഇത് പോയത് അടിക്കുന്നുള്ളൂ. അടിക്കാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് എന്നെ സംബന്ധിച്ചോളം ദേഷ്യം കൂടുതലുള്ള ആളാണ്. അതൊക്കെ അവിടെ ചെന്നപ്പോൾ ശാന്തമായിട്ട് അല്ലേ എന്നെ കുറിച്ച് പുറത്താകും. എനിക്ക് മനസ്സിലായി എന്താ പറയാ എന്താ പറയാ അറിയില്ല. അറിയാം പുറത്തിറങ്ങുന്ന നല്ലതാണ് സംസാരിക്കാൻ പറ്റും. ഇവിടെ നാട്ടിൽ നിൽക്കുന്ന മോഹം എടുത്തത് എന്തോ പോലെ ഡാൻസ് അതിന് പോയി കഴിഞ്ഞാൽ കളിക്കാൻ. കാരണം അവസ്ഥയാവും. നമ്മള് ഒരു മുദ്ര കഴിയുമ്പോൾ ആൾക്കാർ മുദ്ര കിട്ടുള്ളൂ. ഡാൻസിന് ബാലവാടങ്ങൾ ആൾക്കാർ നമ്മൾ പഠിക്കണം. അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. അവിടെ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്നെ സംബന്ധിച്ചോളം ആ ഗെയിം ഞാൻ അവിടെ ഉപേക്ഷിച്ചു, തീർന്നു. എനിക്ക് എന്റെ ഫ്രണ്ട്സാണ്. അവരവിടെ പുറത്തിറങ്ങിയിട്ട് അവർ എന്ത് പറഞ്ഞാലും ചെയ്താലും എന്റെ വായിന്ന് അവർക്ക് ഒന്നും വീഴില്ല, ആർക്കും ഏതായാലും വീഴില്ല. അത് കാരണം അവരൊക്കെ എന്റെ സഹോദരന്മാരും സഹോദരികളായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടത്, അവരെന്നെ അങ്ങനെ കണ്ടെന്ന് എനിക്കറിയില്ല. ചവിട്ടി താഴ്ക്കാൻ ശ്രമിച്ചവരോടാണ് പറയാനുള്ളത്. ബിഗ് ബോസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ആദ്യം. അവർ ചവിട്ടി താഴ്ത്താന്ന് പറഞ്ഞാൽ ഞാൻ മോളിക്കരി പോയിട്ട് പോകും. കാരണം അതായത് ഞാൻ ഏറ്റവും മനസ്സിലിട്ടുന്ന സാധനം. കാരണം എന്റെ ചവിട്ടി താഴ്ത്തി എന്റെ നാട്ടിൽ സമ്മതിക്കോ? അതാണ്. കാരണം നമുക്ക് കൊള്ളാം, കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. കൊടുത്ത ഉറപ്പാണ് ഞാൻ അവിടെ പുറത്തു പോകും. എനിക്ക് 100% ഉറപ്പാണ്. അത് ഞാൻ എടുത്തു വെച്ചേക്കണം. അതെന്താ എടുത്തു വെച്ചത്? അതറിയോ, നമ്മൾ എപ്പോഴും വെക്കുമ്പോ മഴ, പിന്നെ എനിക്ക് സെന്റിമെന്റ്സ് കൂടുതലാണ്. ഇവിടുന്ന് പോയപ്പോ ഭയങ്കര സെന്റിമെന്റ്സാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ ഔട്ടാവാന്ന് പറയുന്ന മറ്റുള്ളൊരു സങ്കടം ഉണ്ടോ എനിക്കറിയാം. അത് ഒറ്റയ്ക്ക് അതെന്താന്നറിയോ? ഒറ്റയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നിൽക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കുടുംബത്തിൽ ജീവിക്കാം. ജീവിച്ചിട്ട് കൂട്ടുകുടുംബക്കാരില്ലല്ലേ, കൂട്ടുകുടുംബത്തിലൊരു 10 പേര് ജീവിച്ചിട്ടുണ്ടെങ്കിൽ 10 പേരില് ആ ഒരാളെ മൊത്തത്തില് ആ 9 പേര് നിങ്ങളെ ഡൗൺ ആക്കാൻ നിങ്ങൾ എങ്ങനെ ഉണ്ടാവും? അവസ്ഥ ഭയങ്കര മോശമായിരിക്കില്ലേ? ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണാനും ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂലാനും ആ അവസ്ഥയിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കേണ്ട അവസ്ഥ എങ്ങനെ ഉണ്ടാവും? നമ്മൾ എന്ത് ചെയ്താലും ആ 9 പേരും നമ്മൾ കുറ്റം പറയും അല്ലെ? നമ്മൾ അവരെ കുറ്റം പറഞ്ഞാൽ എന്തായിരിക്കും? അത് നെഗറ്റീവ്. അപ്പൊ അതൊക്കെ കേട്ട് സഹിച്ച് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പാലപാഠം പഠിച്ചെങ്കിലും അറിയോ? നമ്മുടെ ഈ മാണിക്കൂർ സ്കൂളില് അതൊക്കെ നമുക്ക് വളരെ സങ്കടം. അത് നമ്മുടെ മാണിക്കൂർക്ക് പഠിക്കുന്ന പിള്ളേരൊക്കെ നമ്മുടെ എല്ലാം സങ്കടമാണ്. കാരണം അവര് നമ്മൾ ചെറുപ്പത്തെ പോലെ കരാട്ട കുറച്ചു ഇതൊക്കെ ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞെടുക്കാം. പക്ഷെ ഇപ്പോഴുള്ള ആരെങ്കിലും ഞാൻ തല്ലിയിട്ടുണ്ടോ? അവിടെ നിർത്തുന്നല്ല, അതായത് പെണ്ണുണ്ട് അവിടെ എത്തിയിട്ട് നിർത്തുമോ? ടിക്കറ്റ് അയച്ചു തന്നല്ലോ, അത് അന്ന് ക്യാൻസൽ ചെയ്യും. അപ്പൊ അവിടെ എന്നോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് പറയും. പിന്നെ വഴിയെ മനസ്സിലാവും. കേക്ക് ഇവിടുത്തെ പറഞ്ഞാൽ കേക്ക് ഞങ്ങളുടെ എല്ലാവരും ഇവരാണ് വിളിക്കണം, നമ്മുടെ മക്കളെ എല്ലാവരും.
നമ്മുടെ നാട്ടുകാരില്ലായിരുന്നു ആർക്കും ഒന്നും കൂടാം ഇതിനകത്ത് എന്നിട്ട് കണ്ടു ഞാൻ കണ്ടോളൂ ഇല്ല ഞാൻ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തായിരുന്നു എല്ലാവർക്കും കേക്ക് കട്ടായിരുന്നു ഇത് എന്റെ വീടാണ് എനിക്കൊരു സ്വാതന്ത്ര്യമില്ല എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് മുട്ടുകാനുണ്ട് ഒന്ന് കുഞ്ഞിരിക്കും അങ്ങനെ മുട്ടുന്ന പറയാൻ നിൽക്കാൻ പറ്റുമോ സിഗരറ്റ് കയ്യിലേക്കുള്ളൂ അത് നമുക്ക് സർവീസ് ചെയ്യാനാണോ അറിയാലോ അതറിയാണ്ട് ചെയ്ത നമ്മൾ തെറ്റുകാരുണ്ടോ ഇവിടെ അല്ലേ ആണെന്നില്ല നമ്മളെല്ലാവരും തെറ്റ് ചെയ്യും ഇല്ലേ 100% ശരിയാണ് ആരുമില്ല അത് നമ്മളാ തെറ്റ് നമ്മള് അംഗീകരിക്കണം നമ്മൾ തെറ്റ് ചെയ്തു ക്ഷമിക്കണം മാപ്പ് പോയിരുന്നു ഹലോ സമയത്ത് ഇത് വിളിച്ചു അടി ഹലോ നീ എവിടെയാ അറിയില്ലേ ഞാൻ ബാത്റൂമിലാണ് ഓടിക്കോടെ വിളിച്ചാൽ തിരിച്ച് വീഡിയോ വിളിച്ച് പറഞ്ഞു അങ്ങനല്ല അപ്പൊ ആ വീട്ടിലാരും മിസ് ചെയ്തത് എനിക്ക് ആ വീടാ മിസ് ചെയ്തത് വീട്ടിലല്ല സത്യം വീട്ടിലാരെങ്കിലും മിസ് ചെയ്യണ്ട കാരണം അവരെല്ലാം പൊട്ടില്ലേ കാണാതെ വീട് മിസ് ചെയ്യണം ആ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 ദിവസം ഒരു വീട്ടിൽ താമസിച്ചിട്ട് ആ വീട് എന്താ പറയാ ജെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് പുറത്തേക്ക് ഇറങ്ങി കൊടുക്കൂലേ ആ ഫീൽ നിങ്ങൾ പോകാനില്ല ട്യൂഷൻ സെന്റർ വീട് സമർത്ത് പോകാം നിങ്ങൾ നമ്മുടെ നാട്ടിലൂടെ ഒരാൾ പോകണമെങ്കിൽ അപ്പഴേ ഒപ്പരുണ്ട് സന്തോഷമുള്ള ഒരു മൊമെന്റ് ബിഗ് ബോസിലെ സന്തോഷം മൊമെന്റിലാ കൊള്ളാൻ സന്തോഷമില്ല അതെ നമ്മള് മണ്ഡലം മുൻകൂട്ടി വന്നപ്പോ നമ്മള് മണ്ഡലം നമ്മുടെ നാട്ടുകാരെ നമ്മൾ തെളിയിച്ചു കൊടുത്തില്ലേ അതല്ലേ നമ്മുടെ വിജയം അല്ലേ ജാസ്മിന്റെ പേര് പറഞ്ഞപ്പോ മൈക്കോഫൈ ജയിലിൽ പണിയല്ലേ അല്ല ജാസ്മിൻ പിടിച്ചു